Welcome back to Bosco Campus Vision. This is the 26th lecture on entrepreneurship development. I am Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In today's session, we are going to discuss feasibility report. We know that what did you mean by feasibility study? So, after assessing the feasibility of a project, that is the viability of a project, we will submit a report. This document is called a feasibility report. So let us see the meaning of feasibility report. A feasibility report is a document that examines and assesses opportunities and potential solutions to the business problem and determines whether it is worthy to proceed or viable for further analysis. ഫീസിബിലിറ്റി സ്റ്റഡി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ലെക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഓഫ് ദ വയബിലിറ്റി ഓഫ് എ പ്രോജക്റ്റ്. സ്ട്രെങ്തും വീക്ക്നെസ്സും എല്ലാം ഓരോ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്റ്റഡിയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയതിനു ശേഷം നമ്മളൊരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു ഡോക്യുമെൻറ്റിൽ നിന്നുമാണ് ഓപ്പർച്യൂണിറ്റീസിനെ അസസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ഒരു ബിസിനസ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നതും എല്ലാം. അതുപോലെ തന്നെ ആ ഒരു പ്രോജക്റ്റ് മുൻപോട്ട് പ്രൊസീഡ് ചെയ്ത് കൊണ്ടുപോകണോ, അതുപോലെ തന്നെ ഫർദർ അനാലിസിസിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുന്നതും ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ബേസിലാണ്, ഫീസിബിലിറ്റി റിപ്പോർട്ടിൻ്റെ ബേസിലാണ്. ഇനി നമുക്ക് ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടൻസ് ഓഫ് എ ഫീസിബിലിറ്റി റിപ്പോർട്ട്. ഫസ്റ്റ് വൺ ഈസ് എക്സിക്യൂട്ടീവ് സമ്മറി, then background, need analysis, engineering, cost estimate, financial analysis, project impact, then conclusion and recommendations. ഈ 8 കാര്യങ്ങളുമാണ് ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ വരുന്ന കണ്ടൻസുകൾ. Let us discuss each one in detail. First one is the executive summary. It provides a quick overview of the main points of the assessment, helping to form a picture of the proposal along with the recommendations. It should be concise and should include the major findings covered in the main body of the report. ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ വരുന്ന ഫസ്റ്റ് കണ്ടൻ്റാണ് എക്സിക്യൂട്ടീവ് സമ്മറി. ആ ഒരു എക്സിക്യൂട്ടീവ് സമ്മറിയിൽ വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ആ ഒരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും ബേസായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന റെക്കമെൻഡേഷൻസും അതാണ് ആ ഒരു എക്സിക്യൂട്ടീവ് സമ്മറിയിൽ വരുന്നത്. അതുപോലെ തന്നെ അത് വളരെ കൺസൈസ് ആയിരിക്കണം, അതായത് നീട്ടി വലിച്ചൊന്നുമല്ല വേണ്ടുന്നത്, വളരെ ഷോർട്ടായിട്ട് ആയിരിക്കണം. അതുപോലെ തന്നെ മേജർ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്നും ആ ഒരു റിപ്പോർട്ടിൻ്റെ മെയിൻ ബോഡി എന്തൊക്കെയാണെന്നും ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. വളരെ കൺസൈസ് ആയിട്ട് അതിനകത്ത് വരുന്ന പ്രോജക്റ്റിൽ നിന്നും കിട്ടിയ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്നും ആ ഒരു റിപ്പോർട്ടിൻ്റെ മെയിൻ ബോഡി എന്തൊക്കെയാണെന്നായിരിക്കണം അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടുന്നത്. സോ ഇതാണ് എക്സിക്യൂട്ടീവ് സമ്മറി, ദാറ്റ് ഈസ് ക്വിക്ക് ഓവർവ്യൂ ഓഫ് ദ മെയിൻ പോയിൻറ്റ്സ് ഓഫ് ദ അസസ്മെൻറ്റ്. അതായത് നമുക്ക് പെട്ടെന്ന് ആ ഒരു പ്രോജക്റ്റ് ആ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, എക്സിക്യൂട്ടീവ് സമ്മറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിനെ കുറിച്ച് വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് വളരെ കൺസൈസ് ആയിട്ട് വളരെ ചുരുക്കി അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക എന്നുള്ളത്, അതാണ് എക്സിക്യൂട്ടീവ് സമ്മറി. നെക്സ്റ്റ് വൺ ഈസ് ദ ബാക്ക്ഗ്രൗണ്ട്. Background, it means a more detailed description of the feasibility study, the person or the institution who has conducted it, and whether it was implemented elsewhere should be stated. Second one is the background. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യമാണ്
ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. അതായത് ഈ ഒരു പ്രോജക്റ്റ്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാണ് നടത്താൻ പോകുന്നതെന്നുള്ളതും ഇതിനു മുൻപേ എവിടെയെങ്കിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടിയാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യം. നെക്സ്റ്റ് വൺ ഈസ് നീഡ് അനാലിസിസ്. ഇറ്റ് അനലൈസസ് ദ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദ ഐഡിയ വിത്ത് എ സ്റ്റഡി ഓഫ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ്. നമ്മുടെ മുൻപിലുള്ള സാധ്യമായിട്ടുള്ള എല്ലാ ഓൾട്ടർനേറ്റീവ്സിനെയും മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റഡി ചെയ്തുകൊണ്ട് നമ്മുടെ ആശയത്തിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് നീഡ് അനാലിസിസ്. അതായത് ഇറ്റ് ലിങ്ക്സ്, ഈ ഒരു നീഡ് അനാലിസിസ് ക്രിയേറ്റ് എ ലിങ്ക് ദ ബിസിനസ് ഐഡിയ ടു ദ കറണ്ട് സർക്കംസ്റ്റാൻസസ്. നമ്മുടെ ആ മനസ്സിലുള്ള ബിസിനസ് ഐഡിയയെ ഇപ്പോഴത്തെ കറണ്ട് സർക്കംസ്റ്റാൻസസ്, ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിന് അനുസൃതമാക്കി മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് നീഡ് അനാലിസിസ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഈ ഒരു മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ, പ്രോജക്റ്റുമായിട്ട് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു പ്രോജക്റ്റിന് നിലനിൽപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമമാണ്. അതാണ് നീഡ് അനാലിസിസ്. ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദ ഐഡിയ വിത്ത് എ സ്റ്റഡി ഓഫ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ്. Next one is engineering. It describes the technical aspects of the business idea, including any changes needed to be made to existing processes or the need to add items to existing range of products and services. ഫോർത്ത് കണ്ടൻ്റാണ് ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ വേണ്ടുന്ന 4ാമത്തെ കണ്ടൻ്റാണ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എൻജിനീയറിങ്ങിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തുകയാണെന്നുള്ളതാണ്. അതായത് നമ്മുടെ ബിസിനസ് ഐഡിയയ്ക്ക് എന്തൊക്കെ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടുന്നത്, ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യണം, ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം നിലവിലുള്ള പ്രോസസ്സ് നമുക്ക് ഉപയോഗിക്കാമെന്നും, അതുപോലെ തന്നെ നിലവിൽ ഒരു പ്രോഡക്റ്റ് ആൻഡ് സർവീസിന് ഉപയോഗിക്കുന്ന ടെക്നോളജി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് നമ്മുടെ പ്രോജക്റ്റിലും ചേഞ്ചസ് കൊണ്ടുവരുത്താൻ നോക്കുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു എൻജിനീയറിംഗ് എന്ന ടേമിൽ കൂടി ആ റിപ്പോർട്ടിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ ബിസിനസ് ഐഡിയ. നമ്മുടെ ആ ബിസിനസ് ഐഡിയയിൽ വരുന്ന ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ വിവരിക്കുന്നത്. അതായത് ഇൻക്ലൂഡിങ് എനി ചേഞ്ചസ് നീഡഡ് ടു ബി മെയ്ഡ് ടു എക്സിസ്റ്റിംഗ് പ്രോസസ്സസ്. അതായത് ഇപ്പം നിലവിലുള്ള നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പ്രോസസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അതുപോലെ തന്നെ the needed to add items to existing range of products and services. എന്തെങ്കിലും നിലവിലുള്ളതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്യണോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു എൻജിനീയറിംഗ് എന്ന ആ ഒരു കണ്ടൻറ്റിൽ കൂടി പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. ദിസ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് project cost to a suitable level of accuracy. Estimates of capital investment, recurring and non-recurring costs must be there. നെക്സ്റ്റ് വണ്ണാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ. ഫിസിബിലിറ്റി റിപ്പോർട്ടിൽ വരുന്ന അടുത്ത കണ്ടൻ്റ് ആണ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ റെക്കറിങ് ആയിട്ടുള്ള കോസ്റ്റുകൾ എന്തൊക്കെയാണ്, നോൺ റെക്കറിങ് ആയിട്ടുള്ള കോസ്റ്റൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് വിവരിച്ചുകൊണ്ട് പറയുന്നതാണ്. റെക്കറിങ് എന്നും നോൺ റെക്കറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്, റെക്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ചിലവുകളാണ്. ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കറിങ് കോസ്റ്റുകളാണ്. നോൺ റെക്കറിങ് കോസ്റ്റ് അതായത് നമ്മൾ ഒരു വട്ടം നമ്മളത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ചിലവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു മെഷീനറി നമ്മൾ നമ്മുടെ പ്ലാന്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ഒരു വട്ടം മാത്രം നടക്കുന്ന ഒരു സാധ്യതയാണ്. അതാണ് നോൺ റെക്കറിങ് കോസ്റ്റ്. അങ്ങനെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതും നമ്മുടെ ആ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കും, കോസ്റ്റ് എസ്റ്റിമേറ്റ്. നെക്സ്റ്റ് ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ വരുന്ന കണ്ടൻ്റാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്.
ഇറ്റ് ഇൻവോൾവ്സ് ക്യാഷ് ഫ്ലോ പ്രൊഫൈൽ ഓഫ് ദ പ്രോജക്റ്റ്. നമ്മുടെ പ്രോജക്റ്റിലേക്ക് ക്യാഷ് ഫ്ലോയുടെ കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ഫിനാൻഷ്യൽ അനാലിസിസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ പ്രൊഫൈൽ ഓഫ് ദ പ്രോജക്റ്റ്. ദ അനാലിസിസ് ഷുഡ് കൺസിഡർ റേറ്റ്സ് ഓഫ് റിട്ടേൺ, ഇൻഫ്ലേഷൻ, സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ, പേ ബാക്ക് പീരീഡ്, ബ്രേക്ക് ഈവൻ പോയിൻ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അനലൈസ് ചെയ്യണം. നമ്മൾ കോസ്റ്റ് എസ്റ്റിമേഷനകത്ത് എന്താ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവിടെ വരുന്നത്? അതായത് എസ്റ്റിമേഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന എസ്റ്റിമേഷനെ കുറിച്ചിട്ടാണ് കോസ്റ്റ് എസ്റ്റിമേഷനിൽ. അവിടെ റെക്കറിങ് കോസ്റ്റും നോൺ റെക്കറിങ് കോസ്റ്റും എന്തൊക്കെയാണെന്ന കോസ്റ്റ് എസ്റ്റിമേഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രതിപാദിക്കുന്നത്. ഇവിടെ ഫിനാൻഷ്യൽ അനാലിസിസിൽ എന്താണ്? ക്യാഷ് ഫ്ലോ പ്രൊഫൈൽ ഓഫ് ദ പ്രോജക്റ്റ് ആണ് അനലൈസ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്തൊക്കെയാണ്, ഇൻഫ്ലേഷൻ റേറ്റ്, ദെൻ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ, ദെൻ പേ ബാക്ക് പീരീഡ്, ബ്രേക്ക് ഈവൻ പോയിൻ്റ്, ഇതെല്ലാം അനലൈസ് ചെയ്യുന്നു. ആ അനലൈസ് ചെയ്തതിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രോജക്റ്റ് ഇമ്പാക്റ്റ്. This portion of the feasibility study provides an assessment of the impact of the proposed project. Environmental impact, social impact, cultural impact, political and economic impacts are some of the factors that will determine how a project is perceived by the public. അടുത്തത് നമ്മൾ ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ വരുന്ന കണ്ടൻ്റാണ് പ്രോജക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രോജക്റ്റ് വഴി എന്തൊക്കെയാണ് പബ്ലിക്കിനുണ്ടാകുന്ന ഇമ്പാക്റ്റ്, പബ്ലിക്കിൽ നിന്നുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തത് വരുന്ന കണ്ടൻ്റ് എന്ന് പറയുന്നത്. അതായത് പരിസ്ഥിതിപരമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ, സോഷ്യൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ഇമ്പാക്റ്റ്, ഇതിനെക്കുറിച്ചിട്ടെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. അതാണ് പ്രോജക്റ്റ് ഇമ്പാക്റ്റ്. നമ്മുടെ പ്രോജക്റ്റ് വഴി ഉണ്ടാകുന്ന കാര്യങ്ങൾ, പബ്ലിക്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്, പ്രോജക്റ്റ് ഇമ്പാക്റ്റ്. The last one is the conclusion and recommendations. The feasibility study should end with the overall outcome of the project. അപ്പം ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടിനകത്ത് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത് ആ ഒരു പ്രോജക്റ്റിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ചിട്ടാണ്. ആ ഒരു പ്രോജക്റ്റ് വെദർ ഇറ്റ്സ് ഇൻഡിക്കേറ്റ് ആൻ എൻഡോഴ്സ്മെൻറ്റ് ഓർ ഡിസപ്രൂവൽ ഓഫ് ദ പ്രോജക്റ്റ്. അത് അപ്രൂവ് ആകുമോ അതുപോലെ എൻഡോഴ്സ്മെൻറ്റ് ആകുമോ എന്നുള്ളൊരു സൂചനയും കൂടി കൊടുക്കുന്നതാണ് കൺക്ലൂഷനും റെക്കമെൻഡേഷൻസും അതിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഓവറോൾ ഔട്ട്കം ഓഫ് ദ പ്രോജക്റ്റ്. ദിസ് മേ ഇൻഡിക്കേറ്റ് എൻഡോഴ്സ്മെൻറ്റ് ഓർ ഡിസപ്രൂവൽ ഓഫ് ദ പ്രോജക്റ്റ്. So in today's session we discussed about the feasibility report and its contents of a feasibility report. Feasibility report means it is a document that examine and assess opportunities and potential solutions to the business problems and determine whether it is worthy to proceed or viable for further analysis. ഒരു റിപ്പോർട്ടാണ്, ദാറ്റ് ഈസ് ഒരു ഡോക്യുമെൻ്റ് ആണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ 8 കണ്ടൻസുകളാണ് വരുന്നത്. എക്സിക്യൂട്ടീവ് സമ്മറി, അതായത് പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരു കൺസൈസ് ആയിട്ട് കൊടുക്കുന്ന ഒരു റിപ്പോർട്ട്, അതാണ് എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. ദെൻ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് എന്താണ്, ഏതൊക്കെ വ്യക്തികളാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്, ആ വ്യക്തികളെ കുറിച്ചിട്ടുള്ള കാര്യവും ഇതിനു മുൻപേ ഈ ഒരു സ്ഥാപനം ഇതുപോലുള്ള സ്ഥാപനങ്ങളെങ്ങാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട്. നീഡ് അനാലിസിസ് എന്ന് പറയുന്നത്, നീഡ് അനാലിസിസിനകത്ത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഐഡിയ ജസ്റ്റിഫൈ ചെയ്യുന്നതാണ്. എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഈ നമ്മുടെ ആ ഒരു പ്രോജക്റ്റിന് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി, അതായത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നീഡ് അനാലിസിസിൽ. ദെൻ എൻജിനീയറിംഗ് എന്ന് പറയുമ്പം അതിനകത്ത് എന്തൊക്കെ ടെക്നിക്കൽ ആസ്പെക്ട്സുകളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് എൻജിനീയറിങ്ങിൽ. ദെൻ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോഴത്തേനും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതിനകത്ത് റെക്കറിങ് കോസ്റ്റും നോൺ റെക്കറിങ് കോസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നു. അതാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ. ഫിനാൻഷ്യൽ അനാലിസിസ്, അവിടെ ക്യാഷ് ഫ്ലോ പ്രൊഫൈൽ ഓഫ് ദി പ്രോജക്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് അവിടെ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്, ദെൻ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ, പേ ബാക്ക്, ഇൻഫ്ലേഷൻ, ദെൻ റേറ്റ് ഓഫ് റിട്ടേൺ, ഇതൊക്കെ അവിടെ കൺസിഡർ ചെയ്യുന്നു.
ദെൻ പ്രോജക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പം എൻവയോൺമെൻറ്റിലും അതുപോലെ തന്നെ സൊസൈറ്റിയിലും അതുപോലെ തന്നെ പൊളിറ്റിക്കലിലും എക്കണോമിക്കായിട്ടൊക്കെ എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് നമ്മുടെ പ്രോജക്റ്റ് വഴി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റ് ഇമ്പാക്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ലാസ്റ്റ് വൺ കൺക്ലൂഷൻ ആൻഡ് റെക്കമെൻഡേഷൻസ്, അതായത് പ്രോജക്റ്റിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ചിട്ടുള്ള കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. അവിടെ ചിലപ്പം എൻഡോഴ്സ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ ഇറ്റ് മേ ഇൻഡിക്കേറ്റ് എൻഡോഴ്സ്മെൻറ്റ് ഓർ ഡിസപ്രൂവൽ ഓഫ് ദ പ്രോജക്റ്റ്.